പിന്നെ 12 സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പരിപാടി നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സംഭവം ഒരു മോൺസ്റ്റർ ഫിഷ് പോണ് നമ്മൾ വീട്ടിലുണ്ടാക്കണത്. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകണേ നമ്മൾ ടാർപ്പാക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടുള്ളി വരെ അത് നമ്മളങ്ങനെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് കാട്ടുള്ളി പറയുന്ന സാധനം. എൻ്റെ പൊട്ടിപ്പോയ 12 സ്ക്രീൻ കാർഡാണ് ഗൈസ്. മറ്റേ മുക്കി കഴിക്കണ്ട കൈക്കോട്ട് ആ സൈഡ് വലിക്കുന്നു. ഏതാ ഇറങ്ങിയല്ല ആ അറ്റത്തൊന്നും അല്ല, അവിടെ ഒന്നും വേണ്ട. ഇവിടുന്നോ? സോ ഗായ്സ്, നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി മീൻസ് നമ്മൾ പ്രതീക്ഷിച്ചതിനെയും കാട്ടി ബെറ്റർ ആയിട്ട് തന്നെ നമ്മുടെ പോണ്ടിൻ്റെ പരിപാടികൾ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഇതപ്പോൾ ഏകദേശം ഒരു 1.5 അടിക്ക് അടിയിലേക്ക് താഴ്ചയും പിന്നെ 4ക്ക് 5 നമ്മൾ അങ്ങനത്തെ ഡൈമെൻഷനിൽ നമ്മുടെ ടാങ്ക് ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നത് ഗൈസ്. നമ്മൾ പ്രതീക്ഷയും ലേറ്റായി ഗൈസ്. ഇവിടുത്തെ പണിയൊക്കെ അത്യാവശ്യം നമ്മൾ 4:30 തുടങ്ങിയത്. ഇപ്പോൾ ഏതേ സമയത്തടാ 6:42 6:45 2.5 മണിക്കൂർ ഇവിടെ തന്നെയായിരുന്നു. മീൻസ് ഈ അവിടെ കാണിച്ചല്ലോ ഈ കല്ലും അത് ഇതൊക്കെ വെക്കണതിൻ്റെയൊക്കെ. പിന്നെ നമുക്ക് ഇനി ടാർപ്പേഡിലൊക്കെ നാളേക്കാക്കാം. നമുക്ക് നാളെ കാണാം. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് രാവിലെ തന്നെ പോയി കുറച്ച് സിമെന്റ് എടുത്തിട്ട് വന്നു ഗൈസ്. വന്നിട്ട് നമ്മൾ നമ്മുടെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു. മീൻസ് അവിടെ കുറച്ച് ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. രാത്രി കൊണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ ഒരു വേരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടഫ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനിയൻ നമുക്ക് വേണ്ടിയിട്ടുള്ള എംസാൻഡ് ഒക്കെ കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ഞാനും ഷോയിബും കൂടിയിട്ട് സിമെന്റ് എംസാൻഡ് ഒക്കെ ഇടുന്ന തിരക്കിലായിരുന്നു ഗൈസ്. മീൻസ് ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. മീൻസ് 3 കിലോ സിമെന്റ് ഉണ്ട്, ഒരു 4 കിലോ എന്തോ സംതിങ് എംസാൻഡും ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ട് വിതറായിരുന്നു. പിന്നെ നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ്. മീൻസ് ഈ എംസാൻഡ് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റത്തെ ലെയർ മീൻസ് ഒരു ലെയർ ഫസ്റ്റ് നമ്മളൊരു ലെയർ സിമെന്റ് ഇട്ടു, പിന്നെ ഒരു എംസാൻഡ്, പിന്നെ സിമെന്റ്, പിന്നെ എംസാൻഡ്. ഇപ്പോൾ ഇതാ ലാസ്റ്റത്തെ ലെയർ എംസാൻഡ് ഇട്ടുകൊണ്ടിരിക്കുക ഗൈസ്. ഇതിൻ്റെ ഇപ്പോൾ പുറത്തുള്ള പണികളൊക്കെ ഏകദേശം ഒരു 95% കംപ്ലീറ്റ് ആയിരിക്കണം ഗൈസ്. ഇനി ഇതിപ്പോൾ ഇവിടെ കുറച്ച് കല്ലുകൾ വെക്കാണ്ട് പിന്നെ കുറച്ച് കല്ലുകൾ മേലെ കൊണ്ടുവരാണ്ട്. അല്ലാണ്ട് ഇപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ലുക്ക്. ഇനി ഫൈനൽ ലുക്ക് നമ്മൾ ടാർപ്പാക്കി വിരിച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ടാർപ്പ് വിരിക്കാൻ റെഡിയായി നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഫുള്ള് ടൈം ലാപ്സിൽ കാണുക. ടാങ്കിലിതപ്പോൾ 2 ലെയർ ടാർപ്പാക്കി വിരിച്ച് അത്യാവശ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് ഒരു 99% ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. അതോടെയൊക്കെ വെച്ചിട്ട് ഇനി ഇതിലിപ്പോൾ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചാലേ ഇനി ബാക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ക്ലീൻ ആയില്ലേ. ഒരു
നല്ല രീതിക്ക് തന്നെ ഒരു ഫിനിഷിങ് പറയാൻ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 9ക്ക് 12 എടുത്താണ് നമ്മൾ ടാർപ്പ്. അടിയത്തെ 9ക്ക് 9 കറക്റ്റായി. ബട്ട് മേലത്തെ 9ക്ക് 9 എടുത്തേ നമുക്ക് ഇങ്ങടിക്കുള്ള നീളം കുറച്ച് ബുദ്ധിമുട്ടായി, ഇവിടേക്കും ലാവിഷുമായി. അതിലാണ് ഇപ്പോൾ പ്രശ്നമായത്, വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. സോ നമുക്കിനി വെള്ളം നിറയ്ക്കണ കാണാം. ഏകദേശം 1.5 അടി നമ്മുടെ വെള്ളം നിറഞ്ഞിരിക്കണം. സോ നമുക്ക് അത്ര മതി, നമ്മൾ എടുക്കണം. ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് ഫുള്ള് നിറയാം. ഈ ചെറിയ ഓസിലായത് കൊണ്ടാണ്. നെക്സ്റ്റ് ടൈം ഒക്കെ എന്താ വെച്ചാൽ ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ഇവനെ ഇതിലേക്ക് അങ്ങോട്ട് ഇറക്കാൻ പോവുകയാണ്. മെല്ലെ മെല്ലെ നല്ല കാല് വയ്ക്ക്. ഓവറാക്ട് ചെയ്യണ്ട, നീ കടക്ക് കടക്ക്. അപ്പോൾ നമ്മളിതിൽ വല്ല ബാക്ടീരിയ അല്ല ഇതിന് മറ്റേ സിന്തറ്റിക് ആയിട്ടുള്ള വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് കല്ലുപ്പിട്ടുണ്ടായി. പിന്നെ ചുറ്റും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലത്തെ ഇലകളൊക്കെ ഉള്ളി വീണിട്ട് താനെ കുറച്ച് വല്ല പ്രോസസ്സിങ് നടന്ന് ക്ലീൻ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ, നമ്മൾ ചെമ്പരത്തി പൂവൊക്കെ നമുക്കിത് കണ്ട അവിടെ ഭയങ്കര നാച്ചുറൽ സെറ്റപ്പൊക്കെ കിട്ടും. അവിടെ എൻ്റെ സ്ഥലമാണ് ആ ബ്ലൂവും ചോപ്പൊക്കെ ആയിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ അല്ലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ ഇത്രയും വലിപ്പമുള്ള ചിലവ് ഇവിടെ നിന്ന് ഇത് തൊട്ട് ഇതുവരെയുള്ള 10,000 ലിറ്റർ വലിപ്പമുള്ള ഒരു ടാങ്ക് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ 1000 സബ്സ്ക്രൈബ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തൊട്ടാൽ സബ്സ്ക്രൈബ് ആവും, പക്ഷെ നമുക്ക് വലിയ കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ഒരു കമൻറ്റ്, ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒരു കമൻറ്റ് ഒക്കെ ഇട്ടിരുന്നു 1000 സബ്സ്ക്രൈബേഴ്സ് 100 ലൈക്കും. നിങ്ങൾ ഈ മൈൽ സ്റ്റോൺ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തെന്നാൽ അതിൻ്റെ ഇത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അടുത്ത വീഡിയോ നമ്മൾ ഇത്രയും വലിയ 10,000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടാകും ഗൈസ്. സോ നിങ്ങൾ ചാനലിലേക്ക് വരുമെന്നത് വിചാരിക്കുന്നു. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.